Hello guys, welcome to Phoneman YouTube channel. So this is the latest. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് ടൈറ്റാനിയം എന്നുള്ള കളർ. ആൻഡ് യു ക്യാൻ സീ ഇതൊരു നമ്മുടെ ഗോൾഡൻ ഫിനിഷ് പോലത്തെ ഒരു കളർ. ഞാൻ ക്ലോസ് അപ്പ് കാണിച്ചു തരാം. യു ക്യാൻ സീ നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ നാച്ചുറൽ ടൈറ്റാനിയം. സോ എനിക്ക് നാച്ചുറൽ ടൈറ്റാനിയത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ഡെസേർട്ട് ടൈറ്റാനിയം കേട്ടോ. അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ നാച്ചുറൽ ടൈറ്റാനിയം ഇത് 15 Pro Max ആണ് കേട്ടോ, 16 Pro Max അല്ല. സോ യെസ്, സോ ഇത് രണ്ട് കളേഴ്സ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ജസ്റ്റ് കമന്റ് ഓൺ ബിലോ. ആൻഡ് ദിസ് ഇസ് എ തീം കളർ. ഈ തീം കളറിന് വെച്ച് റേറ്റും കൂടുതലാണ് നോർമൽ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ. ആൻഡ് യു കൻ സി ഗോൾഡൻ റിങ്സ്, ഗോൾഡൻ ഒരു ക്രീമിഷ് ഗോൾഡൻ എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ഗോൾഡൻ ടൈപ്പ് ഒരു കളറാണ് കേട്ടോ. ആൻഡ് സൈഡ്സ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ ആ സൈഡ്സ്. ആൻഡ് അതേ ബോട്ടം നമ്മൾ പുതുതായിട്ട് വന്ന ബട്ടൺ, നമ്മുടെ ക്യാപ്ചർ ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടൺ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന തന്നെ ആക്ഷൻ ബട്ടണും ഓൾറെഡി ഉണ്ട്. ആൻഡ് സോ ഞാൻ ജസ്റ്റ് ക്വിക്ക് ആയിട്ട് നമ്മൾ ഒന്ന് നോക്കാം. സോ സ്റ്റാർട്ടിങ് ഓഫ് ദിസ് ഈസ് ദ യൂസർ ഇന്റർഫേസ്. സോ ആസ് ഓൾവേസ് നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഈസ് നമ്മൾ iPhone 15 Proയിൽ നിന്ന് നമ്മൾ 16 Pro ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ മേജർ ഡിഫറൻസസ് ആണ്. അതിന് ക്വിക്കായിട്ട് ബോക്സിനകത്ത് നമുക്ക് ആകെ ഇതിനകത്ത് ഒരു ഇവിടെ ഒരു ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ട്. ആൻഡ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഡാറ്റ കേബിളും ഉണ്ട്. ആൻഡ് നത്തിങ് എൽസ് C2C ആണ്. അത് നല്ല ബ്രേഡഡ് ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കുറച്ച് നാൾ എത്ര വർഷം ഉപയോഗിച്ചാൽ അത്യാവശ്യം പോകാത്ത രീതിയിലുള്ള കേബിളാണ്. ആൻഡ് നമ്മൾ ഇൻജെക്റ്റഡ് ടൂൾ. ആൻഡ് നമുക്ക് ഈ തവണ ഐഫോൺ സ്റ്റിക്കേഴ്സ് ഒന്നും കിട്ടുന്നില്ല, ജസ്റ്റ് സം പേപ്പർ വർക്ക്, ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ ബോക്സ്. ആൻഡ് സോ ലെറ്റ്സ് കീപ് ഇറ്റ് എസ് റൈറ്റ്. ആൻഡ് രണ്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗോൾഡ് ആയിട്ട് പ്രിഫർ ചെയ്യുള്ളൂ. കണ്ടോ, യു ക്യാൻ സി അത് നിങ്ങളുടെ പേഴ്സണൽ ഫ്രണ്ട്സ് ആട്ടോ, ഒബ്വിയസ്ലി പേഴ്സണൽ ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ തീം കളറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ നമ്മുടെ ആ ഒരു എന്താ പറയുക ഈ ടൈറ്റാനിയം തന്നെ എടുത്തോളുക. കണ്ടോ നമ്മുടെ ഒരു ഡെസേർട്ട് ടൈറ്റാനിയം ആ ഒരു തീം കളർ ആയിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ ഉണ്ടല്ലോ മെയിൻ കാര്യം നമ്മുടെ സൈസ് നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് നോക്കാം. ഇത് നമ്മുടെ 15 Pro Max ആണ്, അത് മൈൻഡ് വെക്കണം. 15 Pro Max വേഴ്സസ് 16 Pro. 16 Pro നേരത്തെ വന്നുകൊണ്ടിരുന്നത് 6.1 ഇഞ്ചസ് ആണെങ്കിൽ ഇപ്പോൾ വരുന്നത് 6.3 ഇഞ്ചസ് ആണ്. യു ക്യാൻ സി വെരി മൈനർ ഡിഫറൻസ്. യു ക്യാൻ സി കണ്ടോ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്കവിടെ കിട്ടുന്നുള്ളൂ. യു ക്യാൻ സി കണ്ടോ ഓൾമോസ്റ്റ് അതിന്റെ സൈഡ്സ് നോക്കി സൈഡ്സിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. യു ക്യാൻ സി വളരെ മൈനർ, നെഗ്ലിജിബിൾ എന്ന് പറയാം ആ രീതിയിലുള്ള ഗ്യാപ്പുകൾ. ആൻഡ് ടോപ്പിലും കണ്ടോ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ. ഞാൻ നിങ്ങളുടെ ക്ലോസപ്പ് ആയിട്ട് ആ ഡിഫറൻസ് കാണിച്ചു തരാം. സോ യു ക്യാൻ സി ഇതാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. കണ്ടോ യു ക്യാൻ സി രണ്ട് ഞാൻ എഡ്ജ് ടു എഡ്ജ് ആയിട്ടാണ് വെച്ചേക്കണം, എന്നിട്ടും ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് യു ക്യാൻ സി ലെഫ്റ്റിലത്തെ ഡിഫറൻസ് കണ്ടോ, റൈറ്റിലത്തെ ഡിഫറൻസ് യു ക്യാൻ സി കണ്ടോ പക്ക. ഓക്കെ, സോ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടറുള്ള ഫോൺ വേണമെന്നുള്ള ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ദിസ് iPhone 16 Pro. കാരണം കഴിഞ്ഞ വർഷം ജസ്റ്റ് 6.1 ഇഞ്ചസ് ആണ്, ഈ തവണ കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട്. 6.3 ഇഞ്ചസ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററിയിലും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ബിഗ് തിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാംസങ്ങിന്റെ ഇപ്പോൾ S24 Ultra എടുക്കണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കോമ്പാക്ട് വേണമെന്ന് വെച്ചാൽ ആ ഒരു S24 എടുക്കില്ല. ബിക്കോസ് S24 കുറേ ഫീച്ചേഴ്സ് കട്ടാവുന്നുണ്ട്. സോ S24 എടുക്കില്ല. ഇച്ചിരി കോമ്പാക്ട് സൈസ് അത്ര കോമ്പാക്ട് അല്ലെങ്കിൽ S24 Ultra തന്നെ ചൂസ് ചെയ്യും. അതേപോലെ ആയിരുന്നു iPhone 15 Proയുടെയും 15 Pro Max കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടുതലും. അതുപോലെ 5x ആ ഒരു സൂമിങ്ങും ടെലിഫോട്ടൊക്കെ വരുന്ന കാരണം കൂടുതൽ ആൾക്കാരും 15 Pro Max ആണ് ഓവർ 15 Pro ചൂസ് ചെയ്ത്. പക്ഷേ ഈ തവണ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. രണ്ടു പേർക്കും ഡിറ്റോ, ഐ റിപ്പീറ്റ് ദ വേർഡ് ഡിറ്റോ സ്പെക്സ് ആണ് 16 Proയ്ക്കും 16 Pro Maxനും, എക്സെപ്റ്റ് ദ ഡിസ്പ്ലേ ആസ് വെൽ ആസ് ദ ബാറ്ററി ബാക്ക്. ബാറ്ററിയിൽ നല്ല കിടലിന് അപ്ഗ്രേഡ് ഉണ്ട്. ഞാനൊരു ഹെവി യൂസറാണ്, ഹൈലി ഹെവി യൂസർ ആയത് കാരണം എനിക്ക് ഈവനിങ്ങിൽ എന്താ പറയുക ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. ഈവനിങ്ങിൽ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി, അതേപോലെ തന്നെ BGMI കുറവാണ്, കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കൂടുതൽ. പിന്നെ കണ്ടിന്യൂസ് സിനിമാറ്റിക് വീഡിയോ റെക്കോർഡിങ്, കണ്ടിന്യൂസ് പോർട്രേറ്റ് ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾ. അത് കാരണം എനിക്ക് വൈകിട്ട് ഒരു 8 PM ഒക്കെ ആകുമ്പോഴത്തേക്കും ചാർജിങ് ടൈം വരും. സോ എൽസ് ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ വൺ ഡേ ഹെവി യൂസ് എന്ന് ഞാൻ പറയും. പെർഫെക്റ്റ് ആണ് ഒരു വൺ ഡേ ഹെവി എക്സ്ട്രീം യൂസറിന്. അതായത് ഇത്രയും ഗെയിമിംഗ് കളിക്കണവർക്ക് ചിലപ്പോൾ ഒരു ഇതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇമാജിൻ വാട്ട് കുഡ് ബി ദ 16 Pro Max കുഡ് ഡു. സ്റ്റണ്ണിങ് ഞാൻ പറയും. നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ എക്സ്പീരിയൻസ് നോക്കാം. നമുക്ക് ഒന്നും പറയാനില്ല, പക്കയാണ് കേട്ടോ. ഗൈസ് നിങ്ങളും പറയാൻ മറന്നുപോയ കാര്യം, നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ടോ, നമ്മുടെ വെൽമൂഡ ഫോൺ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഒരു റിവ്യൂ ക്വിക്കായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ. ഞാൻ ചെയ്യാൻ ജസ്റ്റ് പ്രസ് ഇത് ക്യാമറ, ഇത് ഫിംഗർ പ്രിന്റ് സ്കാനർ. ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യാം. ഉണ്ടോ
ആണല്ലോ. ആൻഡ് ഇതേ ആപ്സിന്റെ ഷോർട്ട് കട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് വലിക്കുക കണ്ടോ, ആപ്സ് തുറന്നു. ഇനി ജസ്റ്റ് മേളിട്ട് പോവുക, ആപ്സ് തുറന്നു. ഭയങ്കര രസമാണ് കേട്ടോ സാധനം. നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ ഒരു 15 Pro Max യൂസറിന് വേണ്ടിയല്ല നെക്സ്റ്റ് പറയാൻ പോകുന്നത്, 15 Pro യൂസറിന് വേണ്ടിയാണ്. 15 Pro യൂസർ ആണെങ്കിൽ നിങ്ങൾ 16 Pro അപ്ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് നെസസറി എന്ന് പറയും. കാരണം 6.1 ഇഞ്ചസ് ഉള്ളത് 6.3 അതൊക്കെ മൈനർ അപ്ഗ്രേഡ്സ് ആണ് കേട്ടോ. പിന്നെ സെറാമിക് ഷീൽഡ് Gen 2 ആയി. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ A17 Pro ഉണ്ടായിരുന്നു, A18 Pro ആയി. അങ്ങനത്തെ ലൈറ്റ് ഡിഫറൻസ്. പിന്നെ ഒരു മേജർ ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്നത്, നമുക്ക് പ്രീവിയസ്ലി നമുക്ക് 3x ആയിരുന്നു നമുക്ക് ഇതിന്റെ 15 Pro വന്നത്. ഇതിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ആയിട്ട് നമുക്ക് 5x, വിച്ച് ഇസ് റിയലി ഗുഡ് തിങ്. 5s പോർട്രേറ്റ്സ് മോനെ ഞാൻ കാണിച്ചു തരാം, സ്റ്റണ്ണിങ്. ചുമ്മാ വന്ന് ഫോട്ടോ എടുത്താൽ പോലും അടിപൊളി ഫോട്ടോ, കിടക്കാനായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ പറയുന്ന ഒരു ഔട്ടിലാണ് നമുക്ക് ഇതിന്റെ സാമ്പിൾസ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല ബാറ്ററിയിലും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 3274 ഇത് 3582 ആയിട്ടുണ്ട്. ലൈറ്റർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ബാറ്ററിയിലും. ഓക്കെ, ആൻഡ് സോ നൗ നമുക്ക് ഈ 15 Pro Max വേഴ്സസ് നമ്മുടെ എന്താ പറയുക 16 Pro ആയിട്ട് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആ ഒരു മെയിൻ ഡിഫറൻസ് എനിക്ക് എക്സൈറ്റ്മെന്റ് ആയത് ആ 5x ആണ് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ആ 5xന്റെ ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് നമുക്ക് രണ്ടിലും വരുന്നുണ്ട്. സോ യു ക്യാൻ സി ക്യാമറ. So let's me open the camera just a minute. Okay, so കണ്ടോ 0.5x 2 പേർക്ക് അൾട്രാ വൈഡ് ആൻഡ് 2 പേർക്ക് 1x, അത് 24mm കേട്ടോ. 2 പേർക്കും 2x, വെരി ഗുഡ്. ആൻഡ് 2 പേർക്കും 5x വന്നിട്ടുണ്ട്. 15 Pro Max വേഴ്സസ് 16 Pro. സോ ഫീച്ചേഴ്സിൽ ഒരു ഡിഫറൻസും ഇല്ല, ജസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ബാറ്ററി ആസ് വെൽ ആസ് ഡിസ്പ്ലേ സൈസിൽ ഉള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം 16 Pro Max ഉണ്ടല്ലോ 6.7 ഇഞ്ചസ് ചെയ്യുന്ന ഒരു 6.9 ഇഞ്ചസ് ആക്കി. ദാറ്റ് മീൻസ് ഒരു S24 അൾട്രയുടെ ആ ഒരു സൈസ് ഇട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പം 16 Pro Max. സോ അത് കാരണം നല്ല ബാറ്ററിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ക്ലോസ് ടു എന്താ പറയുക ഒരു ആൻഡ്രോയിഡിന്റെ ഒരു 6000 mAh ബാറ്ററിയുടെ ഒരു ഗുണം ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് ഇപ്പൊ നമുക്ക് 16 Pro Max വന്നിട്ടുണ്ട്. ആൻഡ് ഫോർ നമുക്ക് ഇതിന് മാത്രം ഒരു 4500 ടു ബി ഫ്രാങ്ക് ആയിട്ട് ഒരു 4250 mAh ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ക്ലോസ് വേണമെങ്കിൽ 4500 എന്ന് പറയാം. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉള്ളതാണ് നമ്മുടെ 16 Proയുടെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാം നോർമൽ. ഞാൻ ജസ്റ്റ് ടിപ്സ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ജസ്റ്റ് ഒരു സെറ്റിംഗ്സ് അക്കൗണ്ട് ആട്ടോ, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, സിനിമാറ്റിക്, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, സ്പേഷ്യൽ, അതുപോലെ പനോരമിക്, ഇത്രയാണ് നമുക്ക് വരുന്നത്. iPhone 16 Pro 16 സീരീസേ അല്ല, iOS 18 കുറച്ച് കാര്യങ്ങൾ പറയാൻ പോണേ. നേരത്തെ ഐഫോൺ ഞാൻ യൂസ് ചെയ്തൊരു ഒരു നേരത്തെ ഒരു ഐഫോൺ എൻ്റെ ഒരു കയ്യിലിരുന്ന ഒരു അരമണിക്കൂർ മാക്സിമം 1 മണിക്കൂർ കഴിയുമ്പോൾ ബോർ അടിക്കാറ്. ഇതിനകത്ത് ഒന്നുമില്ല, ആൻഡ്രോയിഡ് ഇപ്പോൾ എന്തൊക്കെ ചെയ്യാറ് ആ രീതിയിലൊരു ഫീഡ്ബാക്ക്. പക്ഷേ iOS 18 അപ്ഡേഷൻ വന്നേ പിന്നെ ഉണ്ടല്ലോ ഫോൺ അങ്ങ് അടിമുടി മാറി. ഒരു ആൻഡ്രോയിഡിൽ ഒരു എന്താ പറയുക, നമ്മുടെ ആൻഡ്രോയിഡിനകത്ത് നമ്മൾ നോവ ലോഞ്ചർ പോലത്തെ തേർഡ് പാർട്ടി ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആൻഡ്രോയിഡ് അങ്ങനെ വർക്ക് ചെയ്യും. ആ ഒരു അത്രയും ഞാൻ പറയുന്നില്ല, ബട്ട് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഞാൻ ഒരിക്കലും പറയുന്ന വിചാരിച്ചില്ല, ബട്ട് സ്റ്റിൽ ഫ്രാങ്ക്ലി ഞാൻ പറയുകയാണ്, എനിക്ക് iOS 18 അപ്ഡേഷൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഈ ഫോൺ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ആൻഡ് iOS 18 അപ്ഡേഷൻ കിട്ടുന്ന ഏത് ഫോൺ എടുത്താലും സെയിം രീതി തന്നെ വരും. പക്ഷേ ഇതിനകത്ത് ചുമ്മാ തൂഫാനായിട്ട് സെറ്റിംഗ്സ് അപ്ഡേഷൻസ് എന്തൊക്കെയോ ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ബഗ് ഫിക്സസിന് പറഞ്ഞിട്ട് അതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ കിടക്കുന്ന iOS 18.0.1 ആണ് ഇപ്പോൾ കിടക്കുന്നത്. സോ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. എനിക്ക് പക്ഷേ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ചില കേസസിൽ, ടു ബി ഫ്രാങ്ക് ആയിട്ട്, ചില കേസസിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, യു ക്യാൻ സീ, ഇതൊന്ന് ക്ലോസ് അപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ ഒരു ഏരിയ ഉണ്ടോ, ആ ബാക്ക്ഗ്രൗണ്ട് അത്ര യു ക്യാൻ സീ ഉണ്ടോ, ഇവിടെ ബ്ലർ ഔട്ട് ആയിപ്പോയിട്ട് ഇതെല്ലാം എക്സാക്റ്റ് ഔട്ട് കിട്ടേണ്ടത് ഇങ്ങനെയല്ല. അങ്ങനത്തെ ചില ഇഷ്യൂസ് ചില ഫ്ലവേഴ്സിന്റെ കേസ്. അത് ഒബ്വിയസ്ലി ഇഫ് യു ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് വിവോ X100 Pro ഇങ്ങനത്തെ റെഡ് ഡിറ്റക്ഷൻ കുറച്ചുണ്ടായിരുന്നു. ആൻഡ് ഇതേപോലെ ഈ റെഡ് കളേഴ്സ് ഇപ്പം എസ്പെഷ്യലി ഞാൻ റോസിനകത്ത് എസ്പെഷ്യലി ശ്രദ്ധിച്ച കാര്യമാണ്, ഈ റെഡ് കളേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ ഓട്ടോ മോഡിൽ ഇച്ചിരി പറ്റുന്നില്ല. സോ ഞാൻ ടാപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കേണ്ട കേസസ് വന്നു കേട്ടോ. അതെനിക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ പറയണോ എനിക്കറിയില്ല, കാരണം ഒരു ഇനിഷ്യൽ റിവ്യൂവിലാണ്. നിങ്ങൾ അത് ആ ഒരു കെയറിൽ എടുത്താൽ മതി കേട്ടോ, അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. ജസ്റ്റ് അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബട്ട് വി ക്യാൻ, നമുക്ക് ഇവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തേ. ഇപ്പം എന്ത് ചെയ്ത് മാറ്റിയതേ 4.5 എടുക്കണം, ഞാൻ മാറ്റിയതേ ഏറ്റവും കൂട്ടിയിട്ടു, ഇത് ഏറ്റവും കുറച്ചിട്ട് കേട്ടോ. ബേസിക് ഇടുമ്പോൾ നോക്കി അങ്ങനെ ഉണ്ട്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ സ്റ്റിൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടല്ല വന്നിരിക്കണം. അതെനിക്ക് ഒരു പേഴ്സണലായിട്ട് എനിക്കൊരു തോന്നിയ ഒരു ഗ്ലിച്ച് പോലെ തോന്നി. ആ ഗ്ലിച്ചാണെന്നും പറയാനില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അത് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അങ്ങനത്തെ ഫോട്ടോസ് മിക്കതിനും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. എസ്പെഷ്യലി ഫോർഗ്രൗണ്ട്, ദാറ്റ് മീൻസ് സബ്ജക്റ്റ് ഭയങ്കര ഫോർഗ്രൗണ്ടും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി ലൈറ്റ് സെപ്പറേഷൻ ഉള്ള കേസസിൽ മാത്രമേ ഉണ്ടോ അങ്ങനെ ഇഷ്യൂ. അല്ലാത്ത കേസസൊക്കെ ചുമ്മാ തൂഫാനായിട്ട് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ കുറച്ച് ക്വിക്കായിട്ട് ഞാൻ സാമ്പിൾസ് സെപ്പറേറ്റ് കാണിക്കുന്നില്ല, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവിൽ പറയുന്നത് ഒരു ഇതാണല്ലോ. സോ ഇതാണ് നമ്മുടെ അൾട്രാവൈഡ് 0.5x അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്കൈ ടോൺസ് ഒക്കെ ഇച്ചിരി നല്ല HDR ബാലൻസ്. ലെറ്റ്സ് സ്കിപ്പ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, 1x പക്കയായിട്ട് കിട്ടി. 0.5x എനിക്ക് ഒരു എന്താ പറയുക, HDR ബാലൻസ് അത്ര ഒരു എന്താ പറയുക
അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല എനിക്ക് പേഴ്സണലി. ഓക്കെ, 1x പക്ക, ഒന്നും പറയാനില്ല. 2x, 5x ആൻഡ് ഓൾ ദ അപ് ടു ദ 25x പക്ക. 5x ഒക്കെ തൂഫാൻ. 5xലെ പോർട്രേറ്റ് ഒക്കെ കാണുവാണെങ്കിൽ ഞെട്ടും. അങ്ങനെ ലിറ്ററലി അങ്ങനെ പറയത്തക്ക ഔട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിനകത്ത് ഇത് ഫോൺ കൊണ്ടുപോയ പിന്നെ യു ക്യാൻ സി ഇതിനകത്ത് എടുത്ത ഫോട്ടോസ് നോക്കിയേ, ഫുൾ അമ്മാതിരി ഫോട്ടോസാണ് ഇതിനകത്ത് എടുത്തോണ്ടിരുന്നത്. പിന്നെ 16 കുറച്ചാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അമ്മാതിരി ക്യാമറ സാമ്പിൾസ്. ആൻഡ് ഞാൻ സ്റ്റാർട്ടിങ് ഓഫ് ജസ്റ്റ് ക്വിക്കായിട്ട് കുറച്ച് സെൽഫീസ് കാണിച്ചു തരാം. നമ്മുടെ സെൽഫീസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് തന്നെ ഹെയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇഷ്യൂസ് നല്ല ഡീറ്റെയിൽ, നല്ല ക്രിസ്പ് ഡീറ്റെയിൽസ് എന്ന് പറയും. ആൻഡ് അതിന് തന്നെ പോർട്രേറ്റ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ നമുക്ക് ഇനിയും വേണേൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എല്ലാത്തിനും നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഇവിടെ 4.5 എന്നുള്ള കൂട്ടിയതേ കണ്ടോ, മാറ്റി അത് കണ്ടോ. ഇപ്പൊ നോർമൽ ഒരു ഫോട്ടോ പോലെ എല്ലാത്തിനും മാക്സിമം ബ്ലർ കിട്ടണമെങ്കിൽ 1.4 ഒക്കെ ഇടുമ്പോൾ കണ്ടോ എന്റെ മുടി വരെ ബ്ലറാക്കി കളഞ്ഞവര്. ആ രീതിയിലാണ്. പക്ഷെ അത്യാവശ്യം കൊള്ളാം. അത് ഇപ്പൊ സാംസങ്ങിലും പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. iPhone 16 Pro 4K at 30 FPS ഫ്രണ്ട് ക്യാമറ സിനിമാറ്റിക് ആണ്. ഞാൻ ജസ്റ്റ് ബാക്കിലൊക്കെ ഫ്ലവേഴ്സ് ഉള്ള ഏരിയ കേട്ടോ. കേട്ടോ സിനിമാറ്റിക് ഫ്രണ്ട് ക്യാമറ 4K 30 FPS. ഇത് നമുക്ക് 24 FPS-ലും നമ്മുടെ 4K ചെയ്യാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ് ഇസ് നമുക്ക് ഡെപ്ത് എഫക്റ്റ് കുറച്ചോ കൂട്ടിയോ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും പറയാനില്ല. യു സീ ഡീറ്റെയിലിംഗ് ഓൺ മൈ ഫേസ്, ഹെയർ. കൊള്ളാം. സോ that's it. Rear camera, iPhone 16 Pro rear camera 4K at 30 FPS ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. And the best part is നമുക്ക് 1x അതേപോലെ 2x ഷൂട്ട് ചെയ്യാം. You can see this is 1x and സ്വിച്ചിങ് കണ്ടോ, ക്ലോസ് അപ്പ് ആക്കാം. And you can see അടിപൊളി സ്വിച്ചിങ് കേട്ടോ. ക്യാമറ സ്വിച്ച് ചെയ്യുന്നത് പറയാം, അമ്മാരി സ്വിച്ചിങ്. അത് 1x ഇട്ട് മാറ്റാം. see ഇത് സിനിമാറ്റിക് 4K at 30 FPS 24 FPS അല്ലെങ്കിൽ നമുക്ക് 30 FPS ചെയ്യാൻ പറ്റും. രണ്ട് അത്യാവശ്യം സ്റ്റണ്ണിങ് ആട്ടോ. ഞാൻ മാക്സിമം നമുക്ക് 3x വരെ പോകാൻ പറ്റും. 2x and 1x. So this is it. Thank you. ക്യാമറ നമുക്ക് 4K at 60 FPS ഫ്രണ്ട് ക്യാമറ 4K at 60 ആണോ. And you can see the colors, everything seems really nice. You can see and the skin tones, hairs, everything. കൊള്ളാം. Okay, so that's it. 4K at 60 FPS with the front camera of the iPhone 16 Pro. Next, rear camera iPhone 16 Pro. Rear camera 4K at 60 FPS ഉണ്ടോ. ആ സ്വിച്ചിങ് നോക്കിയോട്ടോ. 1x and 2x. ആ സ്വിച്ചിങ് ഉണ്ടോ, ഒരു ലാഗ് ഫ്രീ. മാൻ, ആ സ്വിച്ചിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചുമ്മാ ക്യാമറ വേറൊരു ക്യാമറ ഇട്ട് സ്മൂത്ത് സ്വിച്ചിങ്. യു കാൻ സീ അതൊരു ഒന്നൊന്നര ഇംപ്ലിമെന്റേഷൻ. അത് പണ്ട് മുതൽ ഐഫോൺസ് ഉള്ളതാണ്. പക്ഷെ അതൊരു മോനെ ആ ഒരു സ്മൂത്ത്നെസ് ക്യാമറ ഇതിന്റെ ഒരു ആ ഒരു സ്വിച്ചിങ് ഒന്നൊന്നര സ്വിച്ചിങ് അത് ഞാൻ പറയും. ആൻഡ് യു കാൻ സീ ദി 1x and we are going to the 2x and 5x. Okay, so നേരത്തെ 15 Pro Max ഉള്ള 5x ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് luckily. And wow, stunning. And max നമുക്ക് 15x വരെ പോകാൻ പറ്റും. You can see this is the 15x out. Oh, you can see even the 15x ന്റെ ഔട്ട് 15x ന്റെ ഔട്ട് ഒക്കെ നോക്കി എന്റെ മോനെ. See how stunning. And all the way up to 0.5x. അതാണ് 13mm and 120mm ആണ് 5x വരുന്നത്. And you can see 120mm ആണ് 5x നമുക്ക് കിട്ടുന്നത്. And all the way up to 15x. 15xലൊക്കെ ഔട്ട് ഉണ്ടോ? കൊള്ളാം. നമ്മുടെ ഐഫോൺസിലെ ആക്ഷൻ മോഡ് ആണ് കേട്ടോ. സ്പീഡിലുള്ളിൽ ഒരു അനക്കം വരുന്നതാണ്. ആക്ഷൻ മോഡ് എല്ലാ മോഡ്സും 0 മീൻസ് അൾട്രാ വൈഡ് 1x 2x എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് പാർട്ട് ഈസ് നടക്കണ പോലെ ആട്ടോ. നോർമൽ സിനാരിയോ സിറ്റുവേഷൻ ആട്ടോ എടുക്കണേ. ഉണ്ടോ, നടന്നിട്ട് വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് സ്മൂത്ത്നെസ്. നടന്നിട്ട് നല്ല സ്പീഡിൽ നടന്നിട്ട് വീഡിയോ എടുത്താൽ എങ്ങനെ ഇരിക്കും, അത്രയ്ക്ക് സ്മൂത്ത്. ഒരു അനക്കം പോലും ഇല്ല. അടിപൊളിയായിട്ട് ഉണ്ട്. നെക്സ്റ്റ് അതിന് HDR ബാലൻസിന്റെ ആ ഒരു വേറെ കുറച്ച് സിനാരിയോസും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ഇച്ചിരി സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. കാരണം ലൈറ്റ് മെളി തന്നെ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഷുഡ് ഹാവ് സം ഇഷ്യൂസ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മാനേജ്ഡ് വെൽ, ഓൾമോസ്റ്റ് വെൽ ഞാൻ പറയും. കാരണം പല സിറ്റുവേഷൻ എടുത്തപ്പോഴും ചെറിയൊരു HDR ബാലൻസിൽ ലൈറ്റ് ഇഷ്യൂ ഫീൽ ചെയ്തു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി വേറെ ഒരു മെയിൻ കാര്യം പറയാൻ മറന്നു പോയിട്ടോ, നമ്മുടെ ക്യാമറ കൺട്രോൾ, ലേറ്റസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റേഷനിൽ ക്യാമറ കൺട്രോൾ അത് യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി ക്യാമറ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമ്മുടെ കൈ ഇവിടെ വരെ വരുള്ളൂ. സോ ദേ ഉണ്ടോ, ഇവിടെ വരെ നമുക്ക് ഇവിടെ മുട്ടാൻ പറ്റില്ല. നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ച് പിടിക്കുവാണെങ്കിൽ പോലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇവിടം വരെയൊക്കെ വരുള്ളൂ. ഈ ഒരു ലൊക്കേഷൻ വരെ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ അതൊരു എക്സാക്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്രേറ്റ് മോഡിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം വേണ്ടത് ഉണ്ടോ, എനിക്ക് ക്യാമറ വന്നു, ഓക്കെ, അത് പെർഫെക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ആ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കുമ്പോൾ എൻ്റെ
എനിക്ക് പേഴ്സണലായിട്ട് അത്ര ഒരു പെർഫെക്റ്റ് പൊസിഷൻ ആയിട്ട് തോന്നിയില്ല. റൈറ്റ് ഹാൻഡ് വെച്ച് പിടിച്ചിട്ട് പോരും. ഓക്കെ, ആൻഡ് സോ അത് കോണായിട്ടൊന്നും പറയില്ല, ബട്ട് നൈസ് ഇംപ്ലിമെന്റേഷൻ. ആൻഡ് യു ക്യാൻ സി ഇതിനകത്ത് പല സെറ്റപ്പ് നടത്തും കേട്ടോ. ഞാൻ ഫസ്റ്റ് നമ്മുടെ മറ്റേ CD മൂസിലെ കാർ പോലെ ഒന്ന് ടാപ്പ് ചെയ്തു, ഇൻസ്റ്റന്റ് ക്യാമറ വന്നു. ഇനി ആ ക്യാമറ വെച്ച് ഒന്ന് ടാപ്പ് ചെയ്താൽ ഫോട്ടോ എടുത്തു. നമ്മൾ സിംഗിൾ പ്രസ് ചെയ്ത് വെച്ചത് ഇവിടെ നിന്ന് സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് ഈ എന്താ പറയുക, ഈ EV കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇങ്ങനെ കിട്ടുന്നത്. ഈ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ എക്സ്പോഷർ, ഡെപ്ത്, സൂം, ക്യാമറാസ്, സ്റ്റൈൽസ്, ടോൺ. ഇനി ഞാൻ സ്റ്റൈൽ സെലക്ട് ചെയ്യാൻ ഒന്ന് ടാപ്പ് ചെയ്യാം. കണ്ടോ, അതെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കാം. കണ്ടോ, കൊള്ളാം. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കുറേ ഓപ്ഷൻസ് എല്ലാവരും നമുക്ക് ആ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഒന്നോ ഡബിൾ ടാപ്പ് ചെയ്യാണ്. കണ്ടോ, ബാക്ക് ടു അടുത്ത ഓപ്ഷൻ. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ. ഇനി ഡബിൾ ടാപ്പ് ചെയ്യുക, പിന്നെയും ബാക്ക് ടു നോർമൽ. കണ്ടോ, സ്റ്റൈൽസ് വേണോ, ടോൺ വേണോ, ക്യാമറാസ് ഏത് വേണം. കണ്ടോ, 0.5x വേണോ, 1x വേണോ, 2x വേണോ. ഉണ്ടോ, ഇങ്ങനെ നൈസ് ആയിട്ട് സ്വിച്ച് ചെയ്യാം. അത് നല്ല സ്മൂത്ത് ആയിട്ട്, അല്ലാണ്ട് ചുമ്മാ അലമ്പ് ജസ്റ്റ് ഒരു പേരിനൊരു സാധനം കൊടുത്തേക്കണ പോലെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ വീഡിയോഗ്രാഫിയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ പോസ് ബട്ടൺ വന്നിട്ടുണ്ട്, പോസ് ബട്ടൺ. ഓക്കെ, സോ അത് കൊള്ളാം. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ജസ്റ്റ് ക്യാമറയിൽ കുറച്ച് നേരം പറയാൻ വിട്ടുപോയി. സോ ഒന്നുകൂടി ജസ്റ്റ് ക്വിക്ക് ആയിട്ട് ക്യാമറ എടുക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗെയിമിങ്ങിനൊക്കെ പോകാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്ക് ഇംപ്ലിമെന്റേഷൻ ജസ്റ്റ് പറയുന്നുള്ളൂ. സോ സിനിമാറ്റിക്കിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 4K at 30 FPS വരെ നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഡെപ്ത് എഫക്റ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സിനിമാറ്റിക്കിൽ തന്നെ 1x 2x അതുപോലെ 3x വരെ സിനിമാറ്റിക് എടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോവുകയാണെങ്കിൽ വീഡിയോഗ്രഫിക്കകത്ത് നമുക്ക് മാക്സിമം നോക്കി 4K at 60 FPS കിട്ടുന്നുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് മാക്രോ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, സെറ്റാണ്. പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് ഓൾറെഡി പറഞ്ഞ പോലെ ആക്ഷൻ മോഡ് നമുക്കിത് 2.8K at 60 FPS വരെയാണ് മാക്സിമം നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ 4K at 60 ഇപ്പം ഓഫ് ആക്കി. നമ്മൾ 4K at 60 ഇട്ട് ആക്ഷൻ മോഡ് എപ്പോൾ ഓൺ ആക്കുന്നോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2.8K at 2.8K at 60 FPS ആയിട്ട് മാറും. സോ ലെറ്റ് മീ ടേൺ ഓഫ് ആക്ഷൻ മോഡ്. ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 4K at 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് പാർട്ട് ഈസ് വീഡിയോ ഓൺ ചെയ്തിട്ട് പോകാണ്ടത് നല്ല സീംലെസ് സ്മൂത്ത് ഈ ഒരു സ്വിച്ചിങ് ആട്ടെ. ക്യാമറ സ്വിച്ചിങ് ഒരു രക്ഷയില്ലാത്ത സ്വിച്ചിങ് ആണ്. അതിൻ്റെ ഒരു ഒറ്റ ക്യാമറ തന്നെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യണ പോലെ അത്രയ്ക്ക് ഫ്ലൂയിഡിറ്റി, അത്രയ്ക്ക് സ്മൂത്ത്, അത്രയ്ക്ക് ഇതിൻ്റെ അപ്പുറമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ടാട്ടോ അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കുറേ നമ്മുടെ ഫോട്ടോസിന് കുറേ ഓപ്ഷൻസ്, നമ്മുടെ സ്റ്റൈൽസ്, ടോൺസ്, അതിൻ്റെ ആ ടോണിൽ തന്നെ സ്റ്റാൻഡേർഡ് ടോണും അതുപോലെ തന്നെ ആംബർ, ഗോൾഡ്, റോസ് ഗോൾഡ്, ഇങ്ങനെയാണ് നമുക്ക് സാംസങ് നോർമൽ ഫോൺസ് എല്ലാം വരിക. പക്ഷെ ഇതിനകത്തുള്ള അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ നോക്കി, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് അതിന് കണ്ടത്. അത് മേളിൽ നോക്കിയാൽ ടോൺ മാറണം, ടോണ് കളർ എന്നൊക്കെ പറഞ്ഞ് മാറണുണ്ടോ, അത് കിട്ടൂ. കാരണം നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്പോട്ട് കിട്ടി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. വെരി നൈസ്, വെരി നൈസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പോർട്രേറ്റ് നമ്മൾ നോർമൽ കണ്ട സ്റ്റൈൽസ് മീൻസ് നാച്ചുറൽ, സ്റ്റുഡിയോ, കോണ്ടോർ, സ്റ്റേജ് ലൈറ്റ് മോണോ, അതേപോലെ തന്നെ ഹൈക്കി ലൈറ്റ് മോണോ, അങ്ങനത്തെ ഓപ്ഷൻസ്. പിന്നെ നമ്മുടെ 5x തൂഫാനായിട്ട് 1x 2x ആൻഡ് 5x. പിന്നെ നമ്മുടെ സ്പെഷ്യൽ പാനോറമിക്. സോ എല്ലാം കൊണ്ടും സെറ്റ്, എന്താ പറയുക, അടിപൊളി ഒരു സംഭവമാണ്. ക്യാമറയാണ് മെയിനായിട്ട് കിട്ടിപ്പോലെ എക്സ്പ്ലോർ ചെയ്യുന്ന ക്യാമറയാണ് എസ്പെഷ്യലി സിനിമാറ്റിക്, അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ഊപ്പാടർക്കുക അമ്മാരി കിഡില്. എസ്പെഷ്യലി 5x നമ്മൾ ഇച്ചിരി ഒരു പോർട്രേറ്റ്സ് എടുത്താണ്ടല്ലോ, ചുമ്മാ തീ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചുമ്മാ തീ പോർട്രേറ്റ്സാണ്. ഇനി വെച്ച് കമ്പയർ ചെയ്യേണ്ട ഒരു ഐറ്റം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഗാലക്സി S24 Ultra ആണ്. അതുമായിട്ട് കമ്പാരിസൺസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. സോ S24 Ultra വേഴ്സസ് എനിക്കിപ്പോൾ ഓൾറെഡി ഒരു വിന്നർ ആരാന്ന് എനിക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു കമ്പാരിസൺ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫൈനൽ വെടിറ്റ് പറയാൻ പറ്റുള്ളൂ.